ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെഗ സ്റ്റഡീസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ് ഹിന്ദിയിലെ കബ് തക് എന്ന പാഠഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് പരിചയപ്പെടാം. നമുക്ക് ആദ്യം സൈഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, अपनी पहचान जानने के लिए दूसरे का मुँह जोहते रहना, इससे आपने क्या समझा? തന്നെ തിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കണം. ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ആൻസറിലേക്ക് പോകാം. कब तक नामक कविता में कवयित्री वंदना टेड कहती है कि हम अपनी पहचान खुद करना चाहिए बल्कि दूसरों की मदद से नहीं. कब तक എഴുതിയതാരാണ്? വന്ദന ടേട്ടാണ് അല്ലേ. കവിതക്ക് നാമക്ക് കവിതാമേ കവിയത്രി, ഈ കവിതയിൽ കവിയത്രി വന്ദന ടേട്ട് പറയുന്നു, ഹം അപ്നി പഹചാൻ ഖുദ് കർനാ ചാഹിയെ, നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രതിഭ അതെന്താണെന്ന് നമ്മൾ തന്നെ കണ്ടെത്തണം. ബൽക്കി ദൂസരോങ്കി മദദ് സേ നഹി, മറ്റുള്ളവരെ പ്രതീക്ഷിക്കാനോ മറ്റുള്ളവരുടെ സഹായത്തിനോ കാത്തിരിക്കാൻ പാടില്ല എന്നാണ് ഈ വരികളിലൂടെ കവയത്രി അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കി തുമാരാ ഇതിഹാസ് തുമ്നെ നഹി ഉസ്നെ ലിഖാ ഹേ, ഇസ്മേ കിസ് ബാത് കി ഓർ സംകേത് ഹേ? कि तुम्हारा ഇതിഹാസ് തുമ്നെ നഹി ഉസ്നെ ലിഖാ ഹേ, നിൻ്റെ ചരിത്രം നീയല്ല അവനാണ് എഴുതിയത്. ഈ വരികളിൽ എന്താണ് സൂചിപ്പിക്കുന്നത്? ഈ വരികളിൽ നിന്ന് ഹം അപ്നാ ഇതിഹാസ് ജാനനെ കെ ലിയെ ദൂസരോं का പ്രശംസ സുൻ ലേനി പഡ്തി ഹേ. ഈ വരികളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മുടെ ഇതിഹാസം ജാനനെ കെ ലിയെ മനസ്സിലാക്കാൻ വേണ്ടി ദൂസരോं का പ്രശംസ സുൻ ലേനി പഡ്തി ഹേ, മറ്റുള്ളവരുടെ പ്രശംസ കേൾക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതിയ പുസ്തകം വായിക്കേണ്ടി വരുന്നു നമ്മുടെ ഇതിഹാസം അല്ലെങ്കിൽ സംസ്കാരം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണോ വേണ്ടത്? അല്ലേ. കവിയത്രി യഹാ കഹത്തെ ഹേ കി ഹമേം അപ്നി പ്രതിഭ സ്വയം പഹചാനാ ചാഹിയെ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വേണ്ടത്? നമ്മുടെ പ്രതിഭ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മൾ മറ്റുള്ളവർ പറഞ്ഞല്ല സ്വയം അറിയേണ്ടതാണെന്നാണ് കവയത്രി ഇവിടെ പറയുന്നത്. അടുത്ത ചോദ്യം, कि आत्मसम्मान से बड़ी कोई चीज़ नहीं होती, इन पंक्तियों पर अपना विचार प्रकट करें. ആത്മസമ്മാൻ അല്ലെങ്കിൽ ആത്മാഭിമാനത്തെക്കാളും വലുതായി ഒന്നുമില്ല എന്ന ഈ വരിയിൽ നിങ്ങളുടെ അഭിപ്രായം അപ്പനാമത് നിങ്ങളുടെ അഭിപ്രായം എഴുതുക. യഹ് പ്രസ്താവ് സഹി ഹെ, ഈ വരികൾ ശരി തന്നെയാണ്. ഹമാരെ ജീവനികെ സബ്സെ മഹത്വപൂർണ്ണ ഗുണ ഹേ ആത്മസമ്മാൻ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമായ അല്ലെങ്കിൽ മഹത്തേറിയ ഒരു ഗുണം തന്നെയാണ് എന്ത്? ആത്മാഭിമാനം എന്നത്. ഹം സഫീമേം അലഗ് അലഗ് പ്രതിഭായേ ഹേ അവർ ഉസ് പർ വിശ്വാസ് കർക്കെ ആകെ പടേ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വയം കഴിവുണ്ട്, ആ കഴിവിൽ വിശ്വസിച്ച് മുന്നേറുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ആത്മാഭിമാനം പണയപ്പെടുത്തി മറ്റുള്ളവരുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിക്കേണ്ടതില്ല എന്നാണ് ഈ വരികളുടെ അന്തരാർത്ഥം. സമാൻ ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ, ആക്ടിവിറ്റീസിലോട്ട് പോകാം. സമാന അർത്ഥം വരുന്ന വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുക. നമുക്ക് ആദ്യത്തെ വാക്യം വായിക്കാം. अपना परिचय जानने के लिए दूसरों का इंतज़ार नहीं करो. अपना പരിചയ ജാനനെ കെ ലിയെ, നമ്മെ സ്വയം തിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവരുടെ ഇന്തസാർ നഹി കരോ, മറ്റുള്ളവരെ കാത്തിരിക്കേണ്ടതില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരിക്കരുത്. ഈ അർത്ഥം വരുന്ന വരികൾ ഏതാണ്?
कब तक जो होते रहोगे अपनी पहचान जानने के लिए दूसरे का मुँह कब तक जो होते रहोगे എത്ര നാൾ പ്രതീക്ഷിച്ചിരിക്കും അപ്നി പഹചാൻ ജാനേ കെ ലിയെ നമ്മുടെ നമ്മെ തന്നെ തിരിച്ചറിയാൻ വേണ്ടി ദൂസരേ കാ മോഹ മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ എത്ര പ്രതീക്ഷിച്ചിരിക്കും നാം നമ്മെ തിരിച്ചറിയാൻ വേണ്ടി. ഇതാണ് സമാന അർത്ഥം വരുന്ന വരികൾ. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഏസി ആശാ ചോട് ദോ കി तुम्हारे लिए संघर्ष करने कोई आएगा. ऐसी ആശ ചോട് ദോ. എന്ത് പ്രതീക്ഷയാണ് ഇവിടെ ഉപേക്ഷിക്കേണ്ടത്? കി തുമാരേ ലിയെ സംഘർഷ് കർനെ കോയി ആയേഗ. നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും പോരാടാൻ വരും എന്ന പ്രതീക്ഷ നിങ്ങൾ ഉപേക്ഷിക്കൂ. ഈ അർത്ഥം വരുന്ന വരികൾ ഏതാണ് നോക്കാം. രഹോഗെ കി കോയി ആയേ ഓർ തുമാരേ ലിയെ ലഡേ. ഇതാണ് സമാനാർത്ഥം വരുന്ന വരികൾ. അടുത്ത വരികളിലേക്ക് പോകാം. कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. कोई भी तुम्हारा दुख दूर करने को तैयार नहीं होगा जिससे उसके दुख की वृद्धि हो. സ്വയം ദുഃഖമുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സ്വയം ബുദ്ധിമുട്ടിക്കൊണ്ട് മറ്റുള്ളവരാരും നിങ്ങളുടെ സങ്കടം അല്ലെങ്കിൽ ദുഃഖം മാറ്റാൻ വേണ്ടി തയ്യാറാവുകയില്ല. ഈ അർത്ഥം വരുന്ന വരികൾ ഏതാണ്? ക്യോം കരേഗ കോയി തുമാരി വ്യത കാ നിരാകരൺ അപ്നി വ്യത ബഡാനെ കെ ലിയെ. സ്വയം ബുദ്ധിമുട്ടിക്കൊണ്ട് ആരും നിങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടി വരികയില്ല എന്നാണ് സമാന അർത്ഥം വരുന്ന ഈ വരികൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. कविता पर चर्चा करें और ऐसे महापुरुषों के नाम जोड़े जिन्होंने समाज के उद्धार के लिए अपनी जिंदगी का समर्पण किया है. അതായത് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിച്ചിട്ടുള്ള മഹാത്മാക്കളുടെ പേര് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ 4 പേരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ശ്രീമതി അക്കാമ ചെറിയാൻ, താഴെ മഹാത്മാ അയ്യങ്കാളി, പിന്നെയോ ശ്രീനാരായണ ഗുരു, വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇതുപോലെ കുറച്ച് മഹാത്മാക്കളുടെ പേരെഴുതുക. കൂട്ടുകാർക്ക് അറിയാവുന്ന പേരവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മന്നത്ത് പത്മനാഭൻ, ചട്ടമ്പി സ്വാമി, സഹോദരൻ അയ്യപ്പൻ എന്നിവരുടെ പേര് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അതുകൂടി എഴുതാവുന്നതാണ്. പ്രയോഗിക്ക് വിശേഷത പഹചാനെ. അടുത്ത ചോദ്യമാണ്. 2 വാക്കുകളിവിടെ തന്നിട്ടുണ്ട്. മൂഹ് ജോഹന, ബാഡ് ജോഹന. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഫ്രൈസൽ വേർഡ് പഠിച്ചിട്ടുണ്ടല്ലേ, ഫ്രൈസൽ വെർബൊക്കെ ഏകദേശം സെയിം ആണ്. ഈ വാക്കുകളുടെ അർത്ഥം നിങ്ങൾ കണ്ടെത്തുക. മൂഹ് ജോഹന എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരിക? മൂഹ് ജോഹന എന്ന് പറഞ്ഞാൽ പ്രതീക്ഷാകർണ എന്നാണ്. ബാഡ് ജോഹന ഇന്തസാർ കർണ. ഈ വാക്കുകളുടെ അർത്ഥം പഠിച്ചു വയ്ക്കുക. അവസാനത്തെ ചോദ്യം കവിതക്ക ആശയിലേക്ക്. കവിതയുടെ ആശയം എഴുതാനാണ്. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്, പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അതുകൊണ്ട് കൂട്ടുകാർ തീർച്ചയായും കവിതക് എന്ന പാഠത്തിൻ്റെ ആശയം പഠിച്ചു വയ്ക്കുക. വന്ദന ടേട്ടയ്ക്ക് കവിത ഹേ കവിതക്. ഇതിൻ്റെ അർത്ഥം പറയേണ്ടതില്ല, കൂട്ടുകാർക്ക് അറിയാം. വന്ദന ടേട്ടൻ്റെ കവിതയാണ് എന്ത്? കവിതക്. ഇസ്മേ കവയത്രി കഹത്തെ ഹേ കി ഹം അപ്നി പഹചാൻ ഖുദ് കരേ. കവിയത്രി എന്താണ് പറയുന്നത്? നമ്മുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ നമ്മൾ സ്വയം തിരിച്ചറിയുക. ഓർ ദൂസരോം കീ ഉണ്ട് കേട്ടോ, അവിടെ കീ എന്നോട് അക്ഷരം കൂടി എഴുതി ചേർക്കണം. ദൂസരോം കി പ്രതീക്ഷ മത് കരോ. നമ്മുടെ തിരിച്ചറിയാൻ വേണ്ടി മറ്റുള്ളവർ വരാൻ വേണ്ടി കാത്തിരിക്കരുത്. ഹമാരി സമസ്യയെ ദൂർ കർനെ യാ ഹമാരേ ലിയെ ലഡ്നെ കെ ലിയെ കോയി നഹി ആയേഗ. നമ്മുടെ സമസ്യ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹമാരേ ലിയെ ലഡ്നെ നമുക്ക് വേണ്ടി പോരാടാൻ വേണ്ടി ആരും വരികയില്ല. ഹം
अपने बारे में समझकर समस्याओं का हल करके आगे बढ़े. നമ്മൾ നമ്മുടെ സമസ്യ എന്താണെന്ന് സ്വയം കണ്ടെത്തി അതിന് ഹൽ എന്താണ് പരിഹാരം കണ്ടുപിടിച്ചു ആകെ ബഡെ മുന്നോട്ട് പോകണം. ഹമാര ദുഃഖ് ഹം ഹി ദൂർ കരെ, നമ്മുടെ പ്രശ്നങ്ങൾ ദുഃഖങ്ങൾ അത് നമ്മൾ തന്നെ ദൂരീകരിക്കണം. ഹമാരെ ഉദ്ധാർ കെ ലിയെ കോയി നഹി പഹുച്ചേങ്ക, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി മഹാപുരുഷന്മാരാരും വരികയില്ല. ഹം കിസി ഭി ക്ഷേത്ര സെ പീച്ചെ ന ഹട്ടെ, നമ്മൾ ക്ഷേത്രം എന്ന് വെച്ചാൽ മേഖല എന്നാണ് അർത്ഥം. നമ്മൾ സമൂഹത്തിൻ്റെ ഒരു മേഖലയിൽ നിന്നും പിന്മാറേണ്ടതായിട്ടില്ല, പിറകെ പോകരുത്, മുന്നോട്ട് വരണം. ആത്മസമ്മാൻ സേ ഹം ആകെ ബഡെ, ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ മുന്നേറണം. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആദിവാസി ലേഖികയാണ് ആര്, വന്ദന ടേട്ട്. അപ്പോൾ അവരുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മറ്റാരും വരുന്നത് കാത്തു നിൽക്കാതെ അവരുടെ സമുദായത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് ഈ കവിത കബത്തക്ക് എന്നുള്ളത്. കൂട്ടുകാർക്ക് ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ നോട്ട്സ് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് സെഗ സ്റ്റഡീസ്.